ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റിയ ബട്ടൂരയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുത്തതാണിത്. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്ക് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ ബട്ടൂര എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയിക്കൊണ്ട് ഇതിലേക്ക് ഡയറക്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടൂരയ്ക്ക് മെയിനായിട്ട് വേണ്ടത് തൈരാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലും ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടി പാലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ആവശ്യത്തിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ കുബൂസിനൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഈ മാവ് 1/4 ഭാഗത്തോളം കുഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ ടീസ്പൂൺ സൺഫ്ലവറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും നല്ല സ്മൂത്തി ആവുന്ന വരെ കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്ലീൻ പേപ്പർ കൊണ്ട് അടച്ചു വെച്ച് 1 മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയറൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ മാവിൽ നിന്ന് ഒരു അല്പം എടുത്ത് മാറ്റാം. അതിനുശേഷം ഒരു കൗണ്ടർ ടോപ്പിലിട്ട് വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ആദ്യം തന്നെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് പൊടിയിൽ നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കാം. പിന്നീട് അധികം നൈസാവാതെ റോളർ കൊണ്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെയാണ് നമ്മുടെ മാവ് പരത്തിയെടുക്കേണ്ടത്. അധികം കട്ടിയില്ലാതെ അധികം നൈസാവാതെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു കത്തി വെച്ച റോളർ കൊണ്ടോ ഒരു 4 പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള മാവിൽ നിന്ന് അല്പെടുത്ത് ഇതുപോലെ തന്നെ പരത്തിയെടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് പരത്തിയെടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബട്ടൂര നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ബട്ടൂര 2 ഭാഗവും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടൂര 2 ഭാഗം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ബട്ടൂര എല്ലാവരും തയ്യാറാക്കിയെടുക്കാൻ നോക്കണേ. എണ്ണയിൽ നിന്ന് കോരിയെടുത്ത ശേഷം സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എൻ്റെ ബട്ടൂര കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.